പച്ചമാങ്ങ ഉപയോഗിച്ച് നമ്മൾ നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കൂലേ. ഇതൊരു കിടുക്കാച്ചി വിഭവമാണ് കേട്ടോ. നല്ല ചൂട് കഞ്ഞീൻ്റെ കൂടെ കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു അടിപൊളി, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടാനുള്ള വെള്ളം വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത് തോലോട് കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ എടുത്തു. പിന്നെ 4-5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2-3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പേ വയ്ക്കുക. അതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് മതി, ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മതി. ആദ്യം അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ച ചെറിയുള്ളി ഒന്ന് ചെറിയ പീസായി കട്ടായിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇടികല്ലിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അളവിൽ പച്ചക്കടുക്, ഒരു 1/4 ടീസ്പൂണിലും കുറവ് ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ച് വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടി മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. മാങ്ങ ഈ ഒരു പരിവ് മതി, ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. അതും കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോ, അതിലേക്ക് ഒരു പിഞ്ച് വളരെ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നും പറയാനില്ല, നമ്മൾ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചൂട് കഞ്ഞീൻ്റെ കൂടെ പറ്റിയൊരു അടിപൊളി വിഭവമാണ്. അപ്പോൾ മാങ്ങ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.